ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് 11 കണ്ടസ്റ്റൻറ്റുകളാണ്. നൂറയുടെ നേരിട്ടുള്ള നോമിനേഷനിലൂടെ അക്ബർ 2 വോട്ടുകൾ വീതം കിട്ടി ആര്യനും ജിസയിലും നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഷാനവാസ്, സാബുമാൻ, ആദില, അഭിലാഷ് 3 വോട്ടുകൾ വീതം ലഭിച്ച് ലക്ഷ്മി, ബിന്നി 4 വോട്ടുകളുടെ അനീഷ്, 5 വോട്ടുകളുടെ ജിഷിൻ. ഇത്രയും പേരാണ് എവിക്ഷൻ പ്രക്രിയയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ 11 പേര് വന്നിരിക്കുകയാണ്. മിണ്ടാതിരുന്ന ആൾക്കാരും സൈലൻ്റ് ആയിട്ടിരുന്നവരും മിണ്ടിയാൽ എവിക്ഷൻ പ്രക്രിയ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ച് സൈലൻ്റ് ആയിട്ടിരുന്ന ആൾക്കാരെ എല്ലാം ഇപ്പം നോമിനേഷനിൽ ഇട്ടിരിക്കുകയാണ്. വൈൽഡ് കാർഡായി വന്ന സാബുമാനൊക്കെ ഒരക്ഷരം മിണ്ടാതെ കഴിഞ്ഞ വീക്ക് വരെ ഇരുന്നിട്ട് ഈ ആഴ്ചയാണ് ഇത്ര ആക്റ്റീവായിട്ടുള്ളത്. സാബുമാന് തന്നെ മനസ്സിലായി സൈലൻ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ടാണ് ആ ജോക്കറിനെ പോലുള്ളത് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതനുസരിച്ചിട്ട് സാബുമാൻ ഇപ്പോൾ ഇച്ചിരി ആക്റ്റീവാണ്. പക്ഷേ അവരാരും ഇതുവരെ സൈലൻ്റ് ആയിട്ടിരുന്നത് പുറത്തുനിന്നുള്ള കളി കണ്ടിട്ട് വന്നവരാണ്, വൈൽഡ് കാർഡല്ല. ജിഷിൻ തന്നെ വന്നപ്പോഴേ കിച്ചണിലേക്ക് കയറി എല്ലാവരുടെയും മനസ്സിലൊരു സാധനം പിടിച്ചെടുത്ത്. പിന്നെ കിച്ചണിൽ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ജിഷിൻ ഇച്ചിരി ബഹളം ഉണ്ടാക്കി തുടങ്ങിയത്. അതിപ്പം എല്ലാവരും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി വന്നപ്പോഴേ ലക്ഷ്മിയുടെ വേറൊരു നിലപാട്. അപ്പോൾ ഇവരെല്ലാം പുറത്ത് നിന്ന് കളി കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ തന്നെ ആദ്യം വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർ തന്നെ 3-4 ആഴ്ച അടുപ്പിച്ച് നോമിനേഷനിൽ വന്നാൽ മാത്രമേ ഇവർക്ക് എത്രമാത്രം പബ്ലിക്കിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ പ്രേക്ഷകരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ വോട്ട് ചെയ്യുക. അത് ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യുക. യോഗ്യതയില്ലാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് അവരെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. എന്നാൽ മാത്രമേ ബിഗ് ബോസിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു മത്സരാർത്ഥിയെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ. നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം. ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.